الحمد لله الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما له من دونه من وال. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിച്ച് തികഞ്ഞ ജാഗ്രതയോടെ അവ ജീവിതത്തിൽ പുലർത്തി നമ്മുടെ ജീവിതത്തിലെ ഒളിവും തെളിവുമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാർത്ഥകമായ ഒരു ജീവിതം നയിച്ച് ഇഹത്തിലും പരത്തിലും വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ പുറത്തു തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. ഒരു കഥ ഓർമ്മിക്കുകയാണ്. ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഈ ലോകം മുഴുവൻ നശിക്കുമ്പോൾ, when the world collapses, ഈ ലോകം മുഴുവൻ നശിക്കുന്ന സമയത്ത് വാട്ട് ഷുഡ് ഐ ഹോൾഡ് ഓൺ ടു? ഞാൻ എന്താണ് മുറുകെ പിടിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എനിക്കൊരു അവലംബമായിട്ട് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ മാസ്റ്റർ അവനോട് പറഞ്ഞു, ബിക്കം എ ബിൽഡർ. നീ ഒരു നിർമ്മാതാവായി മാറണം, ഒരു ബിൽഡറായി മാറണം. ഈവൻ ഇഫ് ദ വേൾഡ് ഗിവ്സ് യു ഓൺലി വൺ പ്ലാങ്ക്, ലോകം നിനക്ക് തരുന്നത് ഒരൊറ്റൊരു പലകയാണെങ്കിൽ പോലും, ഒരേ ഒരു പലക മാത്രമേ നിനക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും നീ അതിൽ നിർമ്മാണാത്മകമായ നിന്റെ സംഭാവനകൾ അർപ്പിക്കണം എന്നാണ് മാസ്റ്റർ ശിഷ്യനോട് പറഞ്ഞത്. ആ സമയത്ത് ശിഷ്യൻ ചോദിച്ചു, ഒരൊറ്റ പ്ലാങ്ക് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു പലക മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അന്നേരത്ത് മാസ്റ്റർ പറഞ്ഞു, എ സിംഗിൾ പ്ലാങ്ക് കനോട്ട് സേവ് ഹ്യൂമനിറ്റി. മനുഷ്യ സമൂഹത്തെ മുഴുവനായും സംരക്ഷിക്കാൻ നിന്റെ കയ്യിലുള്ള ഒരൊറ്റ പലകക്ക് തൽക്കാലം സാധിച്ചില്ലെന്ന് വരാം. ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് എ റെവല്യൂഷൻ. പക്ഷെ അതിനൊരു വിപ്ലവം തുടങ്ങി വെക്കാൻ സാധിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഖുതുബകൾ, അതായത് പ്രളയത്തെയും ആർക്കിനെയും സംബന്ധിച്ചുള്ള ഖുതുബകൾ, ഇടയ്ക്കൊരിക്കൽ സംക്ഷിപ്തമായി ഒരു റെറ്റോറിക് സ്റ്റൈലിൽ ഇവിടെ പറഞ്ഞിരുന്നത് ഓർക്കുക. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വരി കൂടി ഓർമ്മ വരികയാണ്.
ഇൻ എവരി ഏജ് ഓഫ് കറപ്ഷൻ, തിന്മയുടെ ഏതൊരു കാലഘട്ടത്തിലും, നാശത്തിന്റെ ഏതൊരു കാലഘട്ടത്തിലും, there appears a man who starts building an ark on dry land. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വരണ്ട ഭൂമിയിൽ ഒരു വലിയ ആർക്ക് നിർമ്മിക്കുന്ന, അതിൻ്റെ നേരെ വരുന്ന എല്ലാ പരിഹാസങ്ങളും സഹിച്ചുകൊണ്ട്, അതിനു വേണ്ടിയുള്ള എല്ലാ ത്യാഗങ്ങളും നോവുകളും അനുവർത്തിച്ചുകൊണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് സംഗ്രഹിച്ചാൽ തകർച്ചയുടെ പ്രതീകമാണ് പ്രളയം. അതൊരു ധാർമ്മിക അസന്തുലിതാവസ്ഥയാണ്. അതിൻ്റെ പാരമ്യത്തിൽ അതെത്തുമ്പോൾ പ്രളയം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്ന് ചോദിച്ചാൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തേതുപോലെ ഒരു വലിയ വെള്ളപ്പൊക്കം നമ്മളെ വിഴുങ്ങിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അത് അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ സത്യം നിശബ്ദമാക്കപ്പെടും എന്നാണ്. സത്യം നിശബ്ദമാക്കപ്പെടും. ഇന്ന് ലോകത്ത് ആധിപത്യം ചെലുത്തുന്ന മിക്കവാറും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സർക്കാരുകളും നുണകൾക്ക് മേൽ പടുക്കപ്പെട്ട സംവിധാനങ്ങളാണ്. നുണകളുടെ അപ്രമാദിത്വത്തിൽ വിശ്വസിച്ചിരുന്ന യോസെഫ് ഗെബൽസ് ഹിറ്റ്ലറുടെ വലങ്കയാണ്. അയാളാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ ആധ്യാത്മിക ഗുരു എന്ന് വേണേൽ പറയാം. ആ സ്വഭാവത്തിൽ നുണകൾക്ക് മേൽ പടുക്കപ്പെട്ടിട്ടുള്ള വ്യവസ്ഥയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സത്യം നിശബ്ദമാക്കപ്പെടുന്നു. അതോടൊപ്പം അഹങ്കാരം നിയമമാവുകയും ഓരോ വ്യക്തിയും ഓരോ സമൂഹവും ദുഷ്ടതയിൽ മുങ്ങുകയും ചെയ്യും. ഇനി അതിൻ്റെയും പാരമ്യത്തിലെത്തുന്ന സമയത്താണ് ആകാശത്തിന്റെ കവാടങ്ങൾ അങ്ങോട്ട് തുറന്നു പോകും. അങ്ങനെ തുറന്നു പോകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിക്കും. ഭൂമി അതിന്റെ ഉറവുകളെ മുഴുവൻ അങ്ങോട്ട് തുറന്നു വിടും. വളരെ കൃത്യമായിട്ട് പെയ്യുമ്പോൾ മനുഷ്യർക്ക് അതുകൂടാതെ ജീവിക്കാൻ പറ്റില്ല. ഈ പെയ്ത്ത് കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഭൂമിയിലെ ഉറവ് കൂടാതെ മനുഷ്യന് നിലനിൽപ്പില്ല. പക്ഷെ ഇത് മുഴുവനായിട്ട് ഇങ്ങോട്ട് വന്നാലോ? ആകാശത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് ഇത് മുഴുവനായിട്ടും ഇങ്ങോട്ട് കുത്തിച്ചൊരിയാൻ തുടങ്ങിയാൽ, അതുപോലെ തന്നെ ഭൂമിയിലുള്ള സകല ഉറവുകളും പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു പോയാൽ തീർന്നു. അങ്ങനെ സംഭവിക്കുമെന്നാണ്. അനുഗ്രഹങ്ങളാണ് തിരിച്ചടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ അകപ്പെട്ടിട്ടുള്ള ഭൗതികമായ ജീവിതാവസ്ഥകളുണ്ടല്ലോ, അത് ആസക്തിയായി മാറും. അങ്ങനെ അവന്റെ ബോധം ആദ്യം മുങ്ങും, പിന്നെ കാഴ്ച നഷ്ടപ്പെടും, കേൾവി തകരും, മനസ്സിന് മറകെട്ടപ്പെടും. സുമ്മും ബുക്കുമുൻ ഉമ്യുൻ, അവർ അന്ധരും ബധിരരുമാണ്, മൂകരുമാണ് എന്ന് ഖുർആൻ പറയുന്നത് പോലെ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം, അവരുടെ മനസ്സിലും അവരുടെ കാതുകളിലും അള്ളാഹു ഒരു മറയുണ്ടാക്കി കളയും എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവനിയുക്തനായിട്ടുള്ള ഒരാൾ ഒരു കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ പലകകൾ ശേഖരിക്കുന്നു, ആണിയടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണാത്തതാണ് നമ്മുടെ കുഴപ്പം. അത് നിർമ്മാണത്തിന്റെ പ്രതീകമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചത് പരിഹാസം സഹിച്ചുകൊണ്ടാണ്. അവിടെ ആളുകൾ മുഴുവൻ ഈ ഡ്രൈ ലാൻഡിൽ എങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഈ ഡ്രൈ ലാൻഡിൽ എന്തിനാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്? എനിക്ക് ഭ്രാന്താണ്, വട്ടാണ്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഗുണകാംക്ഷികളും അഭ്യുദയകാംക്ഷികളും മുഴുവനും പരിഹസിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളതാണല്ലോ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നതാണ് ഏറ്റവും പതിരുള്ള പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നതാണ് ഏറ്റവും പതിരുള്ള പഴഞ്ചൊല്ല്. പതിരില്ലാത്തതൊന്നുമില്ല, മനസ്സിലാക്കണം. പതിരില്ലാത്തതായിട്ട് യാതൊന്നുമില്ല. നമ്മൾ ഏറ്റവും ആധികാരികമായി കാണുന്ന ആധുനിക ശാസ്ത്രത്തിനകത്ത് പോലും അതുണ്ടാകാം. കാരണം സത്യം അല്ലാഹുവിൻ്റെതാണെങ്കിലും കണ്ടെത്തുന്നത് മനുഷ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ടാകാം. തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം ഈ കപ്പൽ ഉണ്ടാക്കുന്നത് ആ സിസ്റ്റത്തിനെതിരെ പൊരുതിക്കൊണ്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാമിയോടൊപ്പം കുറച്ച് ആളുകൾ വന്നുകൂടി, ഒരു ചെറു ന്യൂനപക്ഷം. അവരെയാണ് നമ്മൾ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് വിളിച്ചത്. ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന പദം ആർണൽഡ് ടോയിൻബിയിൽ നിന്ന് കടമെടുത്തതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു പ്രഭാവ ന്യൂനപക്ഷം. പിന്നീട് അധപ്പതനത്തിന്റെ ഘട്ടത്തിൽ അതൊരു പ്രഭുത്വ ന്യൂനപക്ഷം അല്ലെങ്കിൽ ഡോമിനന്റ് മൈനോറിറ്റി ആവുന്നതിനെ കുറിച്ചും ടോയിൻബി പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ആ സൂചന തരുന്നുണ്ട്. എന്തായാലും ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ഉണ്ടാവുന്നു. അവരുടെ സവിശേഷത എന്തെന്നാൽ മറ്റുള്ളവർ അവഗണിക്കുന്നതിന് അവർ ഗൗരവത്തിലെടുക്കുന്നു. മറ്റുള്ളവർ കാണാത്തത് അവർ കാണും. മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നു.
മറ്റുള്ളവർ പതറുമ്പോൾ അവർ ഉറച്ചു നിൽക്കുന്നു, മറ്റുള്ളവർ മുങ്ങിത്താഴുമ്പോൾ അവർ അതിജീവിക്കുന്നു. അവരുണ്ടാക്കുന്ന ആ ആർക്കുണ്ടല്ലോ, അതൊരു പക്ഷേ ഒരു മൂവ്മെന്റ് ആവാം, നേരത്തെ പറഞ്ഞാണ്, ഒരു പക്ഷെ ഒരു മൂവ്മെന്റ് ആവാം, ഒരു കമ്മ്യൂണിറ്റി ആവാം, അതല്ലെങ്കിൽ ഒരു സ്കൂൾ ആവാം, ഇനി അല്ലെങ്കിൽ ഒരു പുസ്തകമാവാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഓർ ഈവൻ എ സിംഗിൾ ആക്ട് ഓഫ് കൈൻഡ്നസ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആളുകൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ചെറിയ പ്രവർത്തനമാവാം. ചെയ്യുന്നത് ഞാനല്ല, പടച്ചോൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന നിയ്യത്തിൽ അതും ആ ആർക്കിന്റെ മേലെ ഒരു ആണിയായിട്ട് മാറുമെന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം അതൊരു സാങ്ച്വറി ആയിട്ട്, ഒരു അഭയസ്ഥാനമായിട്ട്, ഒരു ശുദ്ധീകരണ കേന്ദ്രമായിട്ട്, ഒരു ആധ്യാത്മികാലയമായിട്ട് മാറുന്നു ഫോർ ഹ്യൂമാനിറ്റി വെൻ ദ വേൾഡ് കൊളാപ്സസ്. ലോകം നശിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് അതൊരു സാങ്ച്വറി ആയിട്ട് മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക. ചിലപ്പോൾ എന്നല്ല, പലപ്പോഴും സ്വന്തക്കാർ പോലും കൂടെ ഉണ്ടാവണമെന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, യാ ബുനയ്യ ഇർകബ് മഅനാ. നൂഹ് നബി അലൈഹി സ്വലാം അവസാനം മോനോട് പറഞ്ഞു, യാ ബുനയ്യ ഇർകബ് മഅനാ, പ്രിയപ്പെട്ട മോനെ നീങ്ങ് പോരെ എന്ന് പറഞ്ഞപ്പം നന്നായി സയൻസ് പഠിച്ചിട്ടുള്ള, നന്നായി തർക്കശാസ്ത്രം അഭ്യസിച്ചിട്ടുള്ള, ഫിലോസഫിയിൽ ബിരുദമോ മാസ്റ്റർ ഡിഗ്രിയോ PhD സമ്പാദിച്ചിട്ടുള്ള ഈ മകൻ ജബൽ യസ്മിനി മിനൽ മാ, ഞാൻ ആ മലന്റെ മേലെ കയറിക്കോളാം വാപ്പ. ഒരു കാര്യകാരണ പൊരുത്തം വേണ്ടേ ഈ വാപ്പ പറയുന്നതിന്? അതാണ് ഒരു കാര്യകാരണ പൊരുത്തം വേണ്ടേ. ശാസ്ത്രീയമായിട്ട് അസംബന്ധം, തത്വശാസ്ത്രപരമായിട്ട് വിവരക്കേട്, നിങ്ങൾ പറയുന്ന ഒന്നും ശരിയല്ല, അതുകൊണ്ട് അഥവാ വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഞാൻ ആ മലന്റെ മേലെ കയറി രക്ഷപ്പെട്ടോളാം എന്ന് മകൻ പറഞ്ഞ സംഭവമുണ്ട്. അപ്പോഴങ്ങനെയാണ്, സ്വന്തക്കാർ പോലും കൂടെ ഉണ്ടാവണമെന്നില്ല. ആധുനിക ലോകത്ത് അധികാരമുള്ള മുസ്ലിങ്ങൾ പലരും ഇപ്പൊ മസ്ജിദുൽ അക്സ പോയാൽ എന്താ, അമ്മക്ക് ട്രംപ് അമ്പലം ഉണ്ടാക്കി തരൂലേ എന്ന് ചിന്തിക്കുന്ന എത്ര മുസ്ലിം നേതാക്കന്മാരുണ്ടെന്നറിയോ? നമുക്ക് ട്രംപ് അമ്പലം ഉണ്ടാക്കി തരുമല്ലോ, അതുമ്മ കയറിക്കോളാം, ഇത് മുഴുവൻ മുങ്ങിയാലും എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന സ്വന്തക്കാരന്റെ പ്രതീകമാണ് നൂഹിന്റെ മകൻ എന്ന് മനസ്സിലാക്കണം. അതേസമയം അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടുകയും ചെയ്യും. തികച്ചും അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന്. കാല റജുലും മുഅ്മിനുൻ മിൻ ഖൗമി ഫിർഔൻ യക്തുമു ഈമാന. വിശുദ്ധ ഖുർആൻ പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ ഒരാൾ അതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. മൂസാ നബി അലൈഹി സ്വലാമയുടെ ലിസ്റ്റിലോ പരിഗണനയിലോ അങ്ങനെ ഒരാൾ വന്നിട്ടേ ഇല്ല. പക്ഷെ നിർണായകമായ സന്ദർഭത്തിൽ ഫറോവയുടെ സദസ്സിൽ ഒരാൾ എണീറ്റ് നിൽക്കുന്നു. മിൻ ഖൗമി ഫിർഔൻ, ഫിർഔന്റെ ഖൗമിൽപ്പെട്ട ഒരാൾ, യക്തുമു ഈമാന, അയാളുടെ തിരിച്ചറിവിനെ ബോധ്യത്തെ തൽക്കാലം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. മറച്ചു വെക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. ഖുർആൻ അംഗീകരിച്ചാണ്. ഖുർആൻ അയാളെ മുഅ്മിൻ എന്ന് വിശേഷിപ്പിച്ചു. അതാണ് ഖുർആൻ അയാളെ മുഅ്മിൻ എന്നാണ് വിശേഷിപ്പിച്ചത്. വേറൊരു സന്ദർഭത്തിൽ പറയുന്നു, വജാമിൻ അഖസൽ മദീനത്തി റജുലു യസ്ആ. രണ്ട് പ്രവാചകന്മാർ വന്നു, മൂന്നാമതൊരാളും കൂടി വന്നു. എന്നിട്ട് ഈ ആളുകളെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു രക്ഷയുമില്ല. ആ സമയത്താണ് നഗരത്തിന്റെ ഔട്ട്സ്കേർട്സിൽ നിന്ന് ഒരാളിങ്ങോട്ട് ഓടി വരുന്നത്. അപ്രതീക്ഷിതമായ സ്ഥലത്ത് നിന്ന് ഒരാളിങ്ങോട്ട് ഓടി വരികയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. ഇനി ചരിത്രം പരിശോധിച്ചാൽ അബിസീനിയയിലെ ക്രിസ്ത്യൻ രാജാവ്, അദ്ദേഹം എല്ലാ സഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ. എല്ലാ സഹാം, അറബികൾ വിളിച്ചിരുന്നത് അശാമ ഇബ്നു അബ്ജർ എന്നാണ്. ഈ അശാമ ഇബ്നു അബ്ജർ എന്ന നേഗസ് നജ്ജാശി, അദ്ദേഹം മരിച്ചത് മുഅ്മിനായിട്ടാണോ എന്ന് പറഞ്ഞാൽ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചിട്ടാണോ അല്ലോ എന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ള ഗൈബായിട്ട് മയ്യത്ത് നിസ്കരിച്ചു. ഹദീസ് സഹിയാണെന്നാണ് എന്റെ ബോധ്യം. പരിശോധിക്കണം, പെട്ടെന്ന് വന്നതാ. എന്തായാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ എല്ലാ സഹാം എന്ന നജ്ജാശിക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വെച്ച് മയ്യത്ത് നിസ്കരിച്ചു. ഈ മനുഷ്യൻ കലിമ ചൊല്ലി മുസ്ലിം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ പ്രശ്നം അതല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് സഹായമുണ്ടായി. അതും ഏത് സന്ദർഭത്തിലാ? അംർ ബിൻ ആസ് വന്നിട്ട് പുറത്താക്കണം ജാഫറിനെയും കൂട്ടനെയും എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നാട്ടിലേക്ക് വന്ന ഒരാളെ പുറത്താക്കുന്നത് മര്യാദയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, യേശുവിനെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുന്നു. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വളരെ താത്വികമായി, ലോജിക്കലായി കാര്യം അങ്ങോട്ട് വിശദീകരിച്ചു. കൂട്ടത്തിൽ സൂറത്ത് മറിയമിന്റെ ഒരു ഭാഗം ഓതുകയും ചെയ്തപ്പോൾ നജാശി രാജാവ് പറഞ്ഞു, ഈ പുൽക്കൊടിയേക്കാളും ഇവർ പറഞ്ഞതിനേക്കാളും ഈ പുൽക്കൊടിയോളം പോലും കൂടുതലല്ല ഈസാ ഇബ്നു മറിയം എന്ന് പ്രഖ്യാപിച്ചതായിട്ട് പറയുന്നുണ്ട്. ഔപചാരികമായിട്ട് ഇതിനകത്തേക്ക് പ്രവേശിച്ചതായിട്ട് രേഖയൊന്നുമില്ല.
പക്ഷെ ആവാം, അല്ലാതിരിക്കാം, അത് വേറെ വിഷയം. നമ്മളിവിടെ പറയുന്ന ഫിഖ് അല്ല. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് പിന്തുണ. അപ്പൊ ഈ ആർക്കിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ, ഡ്രൈ ലാൻഡിൽ ഒരു ആർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്, യുക്തിയുടെ പ്രവൃത്തിയാണ്, അത് തിരിച്ചറിവിന്റെയും ബോധത്തിന്റെയും പ്രവൃത്തിയാണ്. അസത്യത്തിന്റെ പ്രളയത്തിനെതിരെ സത്യം കൊണ്ടൊരു പെട്ടകം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആർക്കിന്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം മാത്രമേ ഡെല്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. പടച്ചോന്റെ നിയ്യത്ത്, പടച്ചോന്റെ സുന്നത്ത് അതാണ്. ആ സ്വഭാവത്തിൽ ആർക്കിന്റെ പണി തുടങ്ങിയതിന് ശേഷം മാത്രമേ ഡെല്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. അനീതിയുടെ മലവെള്ളപ്പാച്ചലിൽ നീതി കൊണ്ടുള്ളൊരു പ്രതിരോധ കപ്പലാണ്. ക്രൂരതയുടെ ലോകത്ത് കരുണയുടെ പെട്ടകം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇറ്റ്സ് ഫൗണ്ടേഷൻ ഇസ് ജസ്റ്റിസ്, ഇറ്റ്സ് ഫൗണ്ടേഷൻ ഇസ് അദിൽ, ഇറ്റ്സ് ഫൗണ്ടേഷൻ ഇസ് അദിൽ. അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതിലാണ്, നീതിയാണ്, ജസ്റ്റിസ് ആണ്. ഇറ്റ്സ് പ്ലാങ്സ് ആർ ട്രൂത്ത്, ഹക്ക്. അതിന്റെ പലകകൾ എന്ന് പറയുന്നത് ഹക്കാണ്, അത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഡെക്ക് ഇസ് റഹ്മ, കമ്പാഷൻ. അതിന്റെ ഡെക്ക്, അതിന്റെ പ്രതലം എന്ന് പറയുന്നത് അത് ദയയാണ്, കരുണയാണ്, റഹ്മത്താണ്. വീണ്ടും ഇറ്റ്സ് സെയിൽസ് ആർ കറേജ്, ഷജാ. അതിന്റെ പായകൾ എന്ന് പറഞ്ഞാൽ അത് ധൈര്യമാണ്, ധീരതയാണ്, എന്തിനേയും ചെറുത്ത് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യമാണ്, അസ്മാണ്. ആൻഡ് ഇറ്റ്സ് ആങ്കർ ഇസ് ഫെയ്ത്ത്, ഈമാൻ. അതിന്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. ഈ സ്വഭാവത്തിലുള്ള ഒരു സാധനം നിർമ്മിക്കപ്പെടുകയാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം. അതിവിടെ വീണ്ടും കേൾക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കേൾവിയും പറച്ചിലും എല്ലാം പ്രയോജനപ്രദമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഇങ്ങനൊരു ഏർപ്പാട് സ്ഥിരപ്പെടുത്തിയത് തന്നെ. വേറൊരു പ്രഭാഷണവും വേറൊരു പരിപാടിയും പോലെയല്ല ഖുതുബ. വേറെ പ്രസംഗത്തിന് താമസിച്ചു പോയാൽ മലക്കുകൾ രജിസ്റ്റർ കൂട്ടി വെക്കൂല. വേറെ ഏതെങ്കിലും പ്രസംഗത്തിന് നിങ്ങൾ പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാർട്ടിക്കാരോടും നേതാക്കന്മാരോടും എന്തെങ്കിലുമൊക്കെ ഉതിർ പറഞ്ഞാൽ മതി. പക്ഷെ ഇതിന് ഉതിർ പറയേണ്ടത് പടച്ചവനോടാണ്. നിർബന്ധമായും വരണം, സമയത്തിന് വരണം, കേൾക്കണം. ആ കേൾക്കുന്ന സമയത്ത് വേറെ അമലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തസ്കിയത്ത് പരിപാടി പടച്ചോൻ തന്നെ നിശ്ചയിച്ചത്. എന്തിനാണ്? പറയുക, കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അമലായതുകൊണ്ടാണ്. ആ അമൽ ലോകത്തെ ചിലപ്പോൾ പരിവർത്തിപ്പിച്ചേക്കാം. ഇവിടെ വേറൊരു സംഗതി കൂടി ഓർമ്മിപ്പിക്കാം, ഒരു പ്രധാന വിഷയമായിട്ട് തന്നെ. അതായത് ഒരു വിഖ്യാതമായൊരു വചനമുണ്ട്, അത് കാൾ മാർക്സിന്റെ വചനമാണ്. ഫിലോസഫേഴ്സ് ഹാവ് ഓൺലി ഇന്റർപ്രറ്റഡ് ദ വേൾഡ് ഇൻ വേരിയസ് വേസ്. ദ പോയിന്റ് ഹൗവർ ഇസ് ടു ചേഞ്ച് ഇറ്റ്. ഇത് അദ്ദേഹത്തിന്റെ തീസീസ് ഓൺ ഫോയർബാഖ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഫോയർബാഖ് എന്ന് പറഞ്ഞാൽ ലുദ്വിഗ് ഫോയർബാഖ്. ലുദ്വിഗ് ഫോയർബാഖ് ഒരു മെറ്റീരിയലിസ്റ്റ് ആണ്. പക്ഷെ മാർക്സിന്റെ പ്രവർത്തനോത്സുകമായിട്ടുള്ള മെറ്റീരിയലിസവും ഫോയർബാഖിന്റെ നിഷ്ക്രിയമായ പാസീവായിട്ടുള്ള മെറ്റീരിയലിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഫോയർബാഖിന്റെ ചില തിയറികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഫോയർബാഖിനെ വിമർശിക്കുന്നുണ്ട്. കാരണം അത് കൂടുതൽ ധ്യാനാത്മകമാണ്, പാസീവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു 11 തീസീസ് അവതരിപ്പിക്കുന്നത്, ഒരു ചെറിയ പുസ്തകം. അതിലെ ഫൈനൽ തീസീസ്, 11ാമത്തെ തീസീസാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറുവാക്യത്തിൽ ഒരു വലിയ ഫിലോസഫി ഉണ്ട്. മാത്രമല്ല മാർക്സിന്റെ ശവകുടീരത്തിൽ കുത്തിവെച്ചിട്ടുള്ള വാക്കുകളാണ്. കാൾ മാർക്സിന്റെ ശവകുടീരത്തിൽ കുത്തിവെച്ചിട്ടുള്ള വാക്കുകളാണ്. മാർക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തെയും അതുപോലെ അതിലെ അന്യവൽക്കരണം, വൈരുദ്ധ്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളെയും വിവരിക്കുന്നതിന് ധാരാളം ചിന്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പരിവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അപൂർവമായി മാത്രം. ഒരുപാട് ബുദ്ധിജീവികളുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതുന്ന, ദരിദ്രരുടെ കണക്കെടുക്കുന്ന. പക്ഷെ ഒരു 5 പൈസ ഒരാൾക്ക് കൊടുക്കൂല. കാരണം അതെന്റെ പണിയല്ല, പഠിക്കുക എന്നുള്ളതാണ്. ഒരു ധീരക് ദീപ്തി എന്ന് പറഞ്ഞിട്ട് സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു നോവലുണ്ട്. ആ നോവലാണ് ഒരേ കടൽ എന്ന പേരിൽ ശ്യാമപ്രസാദ് മലയാളത്തിൽ സിനിമയാക്കിയത്. വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ്, സാമൂഹിക വിശകലന വിദഗ്ധനാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരുപാട് തിയറികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി മുന്നിൽ വന്ന് സഹായം ചോദിച്ചാൽ കൊടുക്കൂല. എന്റെ പണി പഠിക്കലാണ്, മാറ്റലല്ല. ഇതല്ല ഫിലോസഫി എന്നാണ് മാർക്സ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഫിലോസഫേഴ്സ് വളരെ അപൂർവമാണ്. അരിസ്റ്റോട്ടൽ മുതൽ മാർക്സിന്റെ തൊട്ടു മുമ്പുള്ള ഹെഗല് വരെയുള്ള ആളുകളെ മുഴുവൻ വിലയിരുത്തിയിട്ടാണ് മാർക്സ് പറയുന്നത്. അവരൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശദീകരണം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അതേസമയം ദ പോയിന്റ് ഈസ് ടു ചേഞ്ച് ഇറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ അത് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ മാർക്സ് ഒരു ഫോർമുല ഉണ്ടാക്കുന്നുണ്ട്.
ഫോർമുല എന്ന് വെച്ചാൽ തിയറി പ്ലസ് ട്രാൻസ്ഫോർമേറ്റീവ് ആക്ഷൻ ഇസ് ഈക്വൽ ടു പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം കൂട്ടണം പരിവർത്തക ക്രിയ, പരിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി, പ്രയുക്തി. പ്രയുക്തി എന്ന് പറഞ്ഞാൽ പ്രയോഗം എന്ന് പറയാം, കുറച്ചുകൂടി ഗൗരവമുള്ള വാക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രയുക്തി, പ്രാക്സിസ് എന്ന് പറയും. ഇത് പ്രധാനമാണ് ഈ വാക്ക്. കേവലം ഇൻഫർമേഷൻ അല്ല സത്യം, വെറുതെ അറിയാനുള്ളതല്ല, മറിച്ച് മനുഷ്യകർമ്മത്തിലൂടെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ വിമോചനത്തിനുള്ള ഉപകരണമായി മാറേണ്ടതാണ് തത്വചിന്ത എന്നാണ് മാർക്സ് പറയുന്നത്. അപ്പൊ അന്യവത്കരണം, അലിനേഷൻ സൃഷ്ടിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സഹായകമാവണം, ചൂഷക വ്യവസ്ഥയെ മാറ്റിപ്പണിയാനുള്ള കരുവാകണം, ഇല്ലെങ്കിൽ ഫിലോസഫി പ്രയോജനശൂന്യമാണെന്നാണ് മാർക്സ് പറയുന്നത്. അനീതിയെ വിശദീകരിക്കുക എന്നുള്ളത് അക്കാഡമിക പ്രവർത്തനം മാത്രമാണ്. അതേസമയം അത് ഇല്ലാതാകണമെങ്കിൽ സംഘടിക്കണം, പൊരുതണം, ഡീകൺസ്ട്രക്ട് ചെയ്യണം ആൻഡ് റീകൺസ്ട്രക്ട് ചെയ്യണം. അപനിർമ്മിക്കുകയും ചെയ്യണം, പുനർനിർമ്മിക്കുകയും ചെയ്യണം. സംഘടിക്കണം, പൊരുതണം, അപനിർമ്മിക്കണം, പിന്നെ പുനർനിർമ്മിക്കുകയും ചെയ്യണം. കേവലം ഇത് ഇന്റലക്ച്വൽ റെട്ടറിക് ആവരുത്. പ്രാക്സിസ് എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമാണ്. ഇവിടെ വിശുദ്ധ ഖുർആന്റെ ഒരു ആശയം ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആശയത്തോട് മാർക്സിന്റെ വാക്കിൽ ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മാറാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് വന്ന് മാറ്റും? പടച്ചോൻ മാറ്റൂല. മാറാൻ തീരുമാനിക്കാത്ത ജനതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അള്ളാഹ് ഒഴിഞ്ഞു. നമ്മൾ മാറാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ നമ്മളെ കൈ ഒഴിഞ്ഞു. വേറെ വർത്താനൊന്നുമില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇതാണ് പറയുന്നത്. ഇവിടെ ഈമാനും അമലും തമ്മിൽ ചേർക്കുന്നുണ്ട്. അഖീദാപരമായ ചർച്ചകളാവാം, പക്ഷെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത് നിർണായക ഘട്ടത്തിൽ നടത്തുന്നത് അസംബന്ധം. നമ്മൾ മനസ്സിലാക്കും. ഒരു മനുഷ്യന് അമ്പ് കൊണ്ടാൽ ഊരിയെടുക്കണം, അല്ലാതെ അമ്പ് വന്ന ദിശയെക്കുറിച്ചോ അതിന്റെ പ്രവേഗത്തെക്കുറിച്ചോ ക്ലാസ് എടുക്കാൻ നിൽക്കരുത്. അതാണ്. അമ്പ് കൊണ്ടു കഴിഞ്ഞാൽ അത് ഊരിയെടുക്കണം ആദ്യം, എന്നിട്ട് മരുന്ന് വെച്ചു കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ സമയമുണ്ടല്ലോ, സാവകാശം ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖീദാപരമായ ചർച്ചകളിൽ ഇപ്പോഴും വ്യാപരിക്കുന്ന ആളുകളുണ്ട്. നിർണായകമായ സന്ദർഭത്തിൽ സമൂഹം മുഴുവൻ തെരുവിലിറങ്ങുകയും സമരം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ പെണ്ണുങ്ങൾക്ക് കൂടാവോ പറ്റൂലേ എന്ന് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. ബുദ്ധിജീവികളാ, പണ്ഡിതന്മാരാ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്റലക്ച്വൽ റെട്ടറിക് വേഴ്സസ് പ്രാക്സിസ് എന്ന് പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അമൽ ഈസ് നോട്ട് പ്രാക്ടീസ് ബട്ട് പ്രാക്സിസ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യാന്നാണ് പറയുക. അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, അതല്ല. പ്രാക്ടീസും പ്രാക്സിസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇത് രണ്ടിനെയും വ്യത്യസ്തമായിട്ട് അർത്ഥമാക്കാൻ പറ്റിയ മലയാള വാക്കില്ലെന്ന്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാലും പ്രാക്സിസ് എന്ന് പറഞ്ഞാലും മലയാളത്തിൽ പ്രയോഗം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഗൗരവം കിട്ടില്ല. നമുക്ക് ഈ പദങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. തമ്മിലുള്ള വ്യത്യാസം, നിരന്തരമായ ആവർത്തനമോ പരിശീലനമോ ആണ് പ്രാക്ടീസ്. സ്വയം സംസ്കരിക്കാൻ ഉപകാരപ്രദമാണ്, പക്ഷേ അത് യാന്ത്രികതയിലേക്ക് വഴിതെറ്റാം. പിന്നെ അതങ്ങനെ ഒരു ചടങ്ങ് പോലെയായി മാറും. അതേസമയം പ്രാക്സിസ് അങ്ങനെയല്ല. അത് സിദ്ധാന്തവും പ്രവൃത്തിയും തമ്മിലുള്ള, ഈമാനും അമലും തമ്മിലുള്ള ശരിയായ ഒരു ഇന്റഗ്രേഷൻ ആണ്. അത് ലോകത്തെ അറിയാനും പരിവർത്തിപ്പിക്കുവാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹെഗലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡയലക്റ്റിക്കൽ സിന്തസിസ് ആണ്. വേറൊരു നിലക്ക് കൂടി പറയാം. എന്താണ് പ്രാക്സിസ്? അത് നമ്മുടെ ഈമാനിന്റെയും അമലിന്റെയും ഒരു സംഗമ ബിന്ദുവായിട്ട് എടുത്താൽ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാവുന്ന വാക്കൊന്ന് ഈ കോൺഫ്ലുവൻഷ്യൽ എന്ന് പറയും. കോൺഫ്ലുവൻഷ്യൽ എന്ന് പറഞ്ഞാൽ നദികൾ കൂടിച്ചേരുന്നതാണ്. നദികൾ കൂടിച്ചേരുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമാണ്, നൈസർഗികമാണ്. അങ്ങനെ നൈസർഗികതയുള്ള ഒരു പ്രാക്സിസ്. അതോടൊപ്പം തന്നെ അത് അമാൽഗമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ അമാൽഗമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോഹങ്ങളെ ഉരുക്കി ചേർക്കുന്നതിനാണ് പറയുന്നത്. അത്രയും ദൃഢവുമായിരിക്കും, സ്വാഭാവികവും ദൃഢവുമായിട്ടുള്ള ഒരു ഫെയ്ത്ത് ഫിൽഡ് പ്രാക്ടീസ് ആണ് പ്രാക്സിസ്. അത് അമലിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ഈമാനാണ്. അത് വെറുതെ ഇങ്ങനെ മൂലയെ കുത്തിയിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് 100 വട്ടം ജപിച്ചാൽ അവനവനിലേക്കുള്ള ചുരുക്കം മാത്രമേ, അത് ലോകത്തിലേക്കുള്ള പടരലാവൂല. ജീവിതത്തെക്കുറിച്ചുള്ള ഖുർആനിക ദർശനം എന്ന് പറഞ്ഞാൽ അത് പ്രാക്സിസ് ആണ്, അല്ലെങ്കിൽ ഫെയ്ത്തിന്റെ ഒരു എസെൻഷ്യൽ പ്രാക്സിസ് ആണ്. അങ്ങനെ തന്നെ പറയാം. ദാലിക ദീനുൽ ഖയ്യിം ബട്ട് വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. ബഹുഭൂരിഭാഗവും ഇത് അറിയാതെ മുന്നോട്ട് പോകണം.
ഇനി ആത്മീയതയെക്കുറിച്ച്, സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഈമാൻ ആൻഡ് അമൽ ആർ നോട്ട് ടു സെപ്പറേറ്റ് റെലംസ്. ഈമാനും അമലും എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള മേഖലകളല്ല. അത് ഒരു ഫെയ്ത്ത്ഫുൾ പ്രാക്ടീസ് നിർമ്മിക്കുന്നുണ്ടെന്നാണ്. ഇത് ഒരു ജനതയുടെ ഏജൻസിയെ, കർത്തൃത്വത്തെ ഊന്നിപ്പറയുന്ന ആയത്താണ് സൂറത്തുർ റഅദിൽ പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാൻ തയ്യാറാകുന്നത് വരെ പടച്ചോൻ അവരെ മാറ്റൂല. മാറേണ്ടത് നമ്മളാണ്. അപ്പൊ അവിടെ അണിയടിക്കേണ്ടത് നമ്മളാണ്. അവിടെ പലകകൾ സ്വരൂപിക്കേണ്ടത് നമ്മളാണ്. വിധിയുടെ നിഷ്ക്രിയ സ്വീകർത്താക്കളല്ല മനുഷ്യർ, ചരിത്രത്തിന്റെ നിർമ്മാതാക്കളാണ്. മഹാപ്രളയത്തിൽ എങ്ങു നിന്നോ ഒലിച്ചു വന്ന ഒരു മരത്തടി സ്വയം പെട്ടകമായി, സ്വയം ഒരു കപ്പലായി, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നൂഹും ആളുകളും ഒക്കെ കയറല്ലോ ചെയ്തത്. മറിച്ച് പലകകൾ കൂട്ടിവെച്ച് ആണിയടിച്ച് കെട്ടി ഉറപ്പിച്ച് ഭദ്രമാക്കി. ഇതൊക്കെ ഒരാൾ ചെയ്ത പണിയാ. പടച്ചോനല്ലേ രക്ഷപ്പെടുത്തിയത്, ശരിയാണല്ലോ. പക്ഷെ പടച്ചോൻ ഇങ്ങനെ ഒരു ആ പ്രളയത്തിന്റെ സമയത്ത് ഒരു മരം ഇങ്ങോട്ട് അയച്ച്, എന്നിട്ട് എല്ലാവരും അയിമലും കയറി, അത് സ്വയം ഇങ്ങനെ കപ്പലായി മാറി, എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി. ഇങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. വസ്നഇൽ ഫുൽക്ക്, നീ കപ്പൽ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ പണിയെടുക്കണം. അങ്ങനെ അമല് ചെയ്തിട്ട്, പ്രാക്ടീസ് ആണ്. അപ്പൊ അങ്ങനെ അമല് ചെയ്തിട്ട് നിന്റെ ഈമാനിനെ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ലോകം മാറും, പ്രളയം അവസാനിക്കും. ആകാശമേ നീ വെള്ളം മുഴുവൻ മഴവ് നിർത്ത്, ഭൂമിയെ നീ വെള്ളം മുഴുവൻ വിഴുങ്ങ് എന്ന് പിന്നെ അരുളപ്പാടുണ്ടാവും, പുതിയൊരു പുലരി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പുലരി നമ്മുടെ നിരന്തരമായ യത്നത്തിലൂടെ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും മരത്തടി സ്വയം, ഇപ്പോ ചിലപ്പോ ഇങ്ങനെ പ്രളയത്തിൽ ചിലപ്പം ചില മരത്തടികൾ ഒഴിച്ചു വന്നേക്കാം. ആളുകൾ ചിലപ്പോ നമുക്ക് കയറേണ്ട ആവശ്യവും കൂടി ഇല്ല, പടച്ചോൻ അങ്ങ് കയറ്റി ഇരുത്തി തരും എന്നും ചിലപ്പോൾ വിചാരിച്ചേക്കും. അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ശേഖരിക്കുകയും സ്വരുക്കൂട്ടുകയും പണിയെടുക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നതാണ് എന്ന തിരിച്ചറിവിൽ ഈമാനിനെയും അമലിനെയും പ്രാക്ടീസിനെയും സംബന്ധിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.